രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാടിൻ്റെ ജനപ്രതിനിധി നിയമസഭയിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ കൂകി വിളിക്കുന്ന SFIയിലെ ആളുകൾ കൂട്ടം കൂടി നിന്ന് അനാവശ്യ വർത്തമാനങ്ങൾ പറയുന്ന, പുളിച്ച പുലഭ്യം പറയുന്ന രീതിയിൽ പല രീതിയിലും പുലയാട്ട് നടത്താൻ ശ്രമിക്കുന്ന പല ഇടതുപക്ഷ അനുഭാവികൾ ഇവരെല്ലാം ഒക്കെ ഒത്തുചേർന്നിട്ടും ആ മനുഷ്യനെ ഒരു രീതിയിലും പ്രകോപിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വല്ലാത്ത ആശ്ചര്യം തന്നെയാണ്. കാരണം കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് അനിശ്ചിത കാലത്തേക്ക് തുടരുമോ, ഇനി ഒരിക്കൽ കൂടി പാലക്കാട് മത്സരിക്കാൻ സീറ്റ് കിട്ടില്ലയോ, ഇതൊന്നും അറിയില്ല. രാഷ്ട്രീയ ജീവിതം ഏറെക്കുറെ വീണുടഞ്ഞു എന്ന് കരുതി റിപ്പോർട്ടർ ചാനലും അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുക്കുന്ന മാധ്യമ നിരീക്ഷകരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരൊന്നും യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയവരോ മാധ്യമധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുന്നവരോ അല്ല. അവരൊക്കെ കൃത്യമായും ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയും, അതായത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ ഇരവാദം ഉന്നയിക്കുന്ന ആളുകളോടൊപ്പം കൂട്ടുകൂടി സെൽഫിയും എടുത്ത് അവരൊക്കെയാണ് കൃത്യമായും ഈ തരത്തിലുള്ള മാധ്യമപ്രവർത്തകരുടെ ഉത്തേജനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ചെന്നിറങ്ങുമ്പോൾ തടുക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ഒന്ന് തടുത്തു നോക്ക് എന്ന് പ്രശാന്ത് ശിവനെ വെല്ലുവിളിക്കുകയാണ്. BJPയുടെ പാലക്കാട് അവിടുത്തെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ആണല്ലോ പ്രശാന്ത് ശിവൻ. വലിയ ഗുണ്ടായിസ രാഷ്ട്രീയമാണല്ലോ കൈമുതലായി ഉള്ളത് എന്നൊക്കെയാണല്ലോ വിചാരം. ഒരു ബോഡി ലാംഗ്വേജ് നോക്കിയാലും അത്തരത്തിലാണ് പ്രശാന്ത് ശിവന്റെ വാക്കും പെരുമാറ്റവും എല്ലാം. ഇപ്പം അതാ അങ്ങ് ചവിട്ടി മതിച്ചു കളയും എന്നുള്ള രീതിയിലാണ് പ്രശാന്ത് ശിവൻ വരവും നടത്തുമൊക്കെ. പക്ഷെ അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പിൽ യേശുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാലക്കാടിൻ്റെ മണ്ണിൽ വളരെ കൃത്യമായി ശക്തമായി രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് അദ്ദേഹം പാലക്കാട് വന്നിറങ്ങിയിരിക്കുന്നത്. തടുക്കാമെങ്കിൽ ഒന്ന് തടുത്തു നോക്ക്. 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്തിയ ജനങ്ങളുടെ MLA ആണ് മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിനെ മാങ്ങാണ്ടി എന്നും അദ്ദേഹത്തിനെ വലിയ മോശമായ രീതിയിൽ മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ടൊക്കെ പ്രസ്താവന നടത്തിയ ചില രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. ഇവരൊക്കെ ഓരോ യൂട്യൂബ് ചാനലിലും ഇരുന്നു കൊണ്ട് റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും അവരുടെയൊക്കെ വ്യൂവർഷിപ്പ് കൂട്ടാനും വേണ്ടി വലിയ രീതിയിലുള്ള നാറിയ കളികൾ കളിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം പറയുന്നു തനിക്കെതിരെ ഒരു FIR പോലും ഇട്ടിട്ടില്ല. തന്നെ അയോഗ്യനാക്കാനോ അല്ലെങ്കിൽ തന്നെ വിമർശിക്കാനോ അതിന് പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയല്ല. തന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ലാത്തടത്തോളം കാലം തനിക്ക് ഒരു പൗരൻ എന്ന രീതിയിൽ സ്വതന്ത്രനായി പുറത്തിറങ്ങി നടക്കാം. തൻ്റെ ഈ MLA പദവിയെയും തൻ്റെ ഈ രാഷ്ട്രീയത്തിൽ കിട്ടിയ നേട്ടങ്ങളെയുമാണ് പൊളിച്ചെഴുതാൻ ആലോചിക്കുന്നതെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ പാലക്കാട് നഗരസഭ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് മാങ്കൂട്ടം വന്നിരിക്കുന്നത്.